നല്ല നാടൻ കള്ളൊഴിച്ച ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു നാടൻ പലഹാരം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് പച്ചരിയാണ്. അപ്പോൾ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്ത് വെച്ച പച്ചരിയാണ്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ചോറും കൂടിയും ചേർക്കുന്നുണ്ട്. ചോറ് കുറച്ച് അധികം അളവിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടിയും ചേർക്കുന്നുണ്ട്. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചോറ് മാത്രം ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കള്ളും കൂടിയും ചേർത്തിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വെള്ളം ഒഴിച്ച് വെച്ച കള്ളൊന്നുമല്ല കേട്ടോ, നമ്മളെ കള്ള് ഷാപ്പിൽ നിന്ന് കിട്ടുന്ന കള്ളാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കള്ളുവാണ് ഒഴിച്ചു കൊടുക്കാൻ, വെള്ളമൊന്നും ചേർക്കാതെ ഇത് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രാവിലേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാജിക്കറി ഉണ്ടാക്കാം. 2 ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു സവാള, 2-3 പച്ചമുളക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുതട്ടെ, ഇതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ അങ്ങ് പോയി പോകുക. അപ്പോൾ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാറ്റി വെച്ച് കഴിഞ്ഞാലും പിന്നെയും മാവ് നല്ലപോലെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ സാധാരണ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ അല്ല, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് ഉണ്ടാക്കുന്നത്. എണ്ണ തടയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 1-1.5 കിലോ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഉടച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നൊന്നുമില്ല. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയും വറുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, രാവിലെയൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതാ നമ്മൾ കള്ളപ്പം മേൽഭാഗമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മേലത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും പുരട്ടി കൊടുക്കുന്നുണ്ട്. 2 ഭാഗവും നല്ല ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ, അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഈ ഒരു കളറായി കിട്ടുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങാം. അപ്പോൾ 2 ഭാഗവും നല്ലപോലെ തന്നെ എണ്ണ ഒന്ന് പുരട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ എല്ലാ കള്ളപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, നല്ല ആരെടുത്ത അപ്പമാണ്, പഞ്ഞ് പോലുള്ളൊരു അപ്പം. അപ്പോൾ കള്ളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.